ഓരോരുത്തർക്കും ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിക്കാൻ ഓരോ കാരണമുണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കണില്ല. നമ്മളെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ആരും മനസ്സിലാക്കണില്ല. നമ്മളെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് ആരും മനസ്സിലാക്കണില്ല. എവരിബഡി ഈസ് ജസ്റ്റ് വർക്കിംഗ് ഫോർ വർക്ക് സേക്ക്. എന്താണ് നമുക്ക് ശരിക്കും ജെനുവിൻലി എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി? ഇപ്പോൾ ആലോചിച്ച് നോക്കും, എലോൺ മസ്കോ, ജെഫ് ബസോസ് ഒക്കെ അങ്ങനെ വിചാരിച്ചാണ്ട് സാധാ ഒരു ഷോപ്പിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാനോ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങല്ല കേട്ടോ, അവിടെ ഒരു സാധാ ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ടോ ഒരു അക്കൗണ്ടിങ് സ്റ്റാഫായിട്ടൊക്കെ നിൽക്കുകയാണ്, എനിക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓല പേർപ്പസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സക്കൻബർഗൊക്കെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നും ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഒക്കെ ടെക്നോളജി ആയിട്ട് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിലക്ക് ആരെങ്കിലും അറിയുമായിരുന്നോ? ഈ ലോകത്ത് അത്രയും അടിപൊളി ഇൻവെൻഷൻസ് ഉണ്ടാവുമായിരുന്നോ? ഇല്ല. ഇൻ എനി ആസ്പെക്ട് വെൻ പീപ്പിൾ ഫൈൻഡ് ദെയർ പർപ്പസ്, എന്താണോ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്നത്, ആ ഒരു സംഭവം ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സംഭവത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ലൈഫിൽ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇന്ന് ലാക്ക് ചെയ്യുന്നുണ്ട്.